യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദിസ് ഇസ് എ ടൈം ഫോർ ചിൽഡ്രൻ സർവീസ്. അതിനു വേണ്ടി കടന്നു പോകാം പ്ലീസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. വി പ്രൈസ് യു. 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 കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഇന്ന് പകല് വന്ദനം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ദിനങ്ങൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസല്ലായിരിക്കാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി. പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതിയിൽ നമ്മോട് സംസാരിച്ചു. 4 സെഷനുകളിലായിട്ട് വ്യത്യസ്ത രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ആ വചനങ്ങൾ നമുക്ക് ആശ്വാസവും ബലവുമായിരുന്നു. ഇന്ന് ഈ സഭായോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യമാണ് ഇന്ന് പകലത്തെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയ നിയോഗം. For today's meditation, God's Spirit has put in my heart Hebrews chapter 12 verse 24. കർത്താവിൻ്റെ തിരുമേശ നമ്മുടെ മധ്യമുണ്ട്. God's table is the Lord's table is among us today. നമ്മുടെ കർത്താനദാസൻ പാസ്റ്റർ കല്യാൺ അത് നിർവഹിക്കും ഇന്ന് പകൽ. Pastor Kalyan will be ministering to us from the Lord's table. അതിനു മുമ്പ് അടുത്ത 40 മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പ് നാം ആയിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. But we will be spending some time in the word of God now. ഞങ്ങളെ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. And those who are watching us online through different media. ഇവിടെ ഇൻ പേഴ്സൺ ആയി വന്ന പ്രിയപ്പെട്ടവരുണ്ട്. And those who are in person. എല്ലാവരെയും കർത്താവ് ഈ വചനത്താൽ ഇന്ന് പകൽ അനുഗ്രഹിക്കും എന്ന് ഞാൻ കർത്താവ് വിശ്വസിക്കുകയാണ്. And I believe that God will bless us all together through the word of God. 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെയാണ് നമ്മൾ വിചിന്തനത്തിനായി എടുക്കുന്നത്. For today's meditation we will be listening through verses 18 through 24. 24-ാമത്തെ വാക്യം അതിൻ്റെ തലവാചകമായി നമ്മൾ എടുക്കുകയാണ്. And verse 24 will be the title. അതിങ്ങനെ വായിക്കുന്നു. 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. Verse 24 reads like this. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശു ക്രിസ്തുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നമ്മൾ വന്നിരിക്കുന്നത്. To Jesus, the mediator of a new covenant, and to the sprinkled blood which speaks better than the blood of Abel. NIRV version ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ. You have come to the sprinkled blood of Jesus Christ. This blood of Jesus Christ promises better things than the blood of Abel. Now in NIRV version, like this is what we read. You have come to the sprinkled blood. It promises better things than the blood of Abel. കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ബെറ്ററായി എന്തൊക്കെയോ നമുക്ക് പ്രോമിസ് ചെയ്യുന്നു. So what we read is that the blood of Jesus Christ promises better things than the blood of Abel. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം മാനവരാശിക്ക് പ്രോമിസ് ചെയ്യുന്ന ബെറ്റർ തിങ്സ് എന്തൊക്കെയാണ്? So what are the better things that are promised by the blood of Jesus Christ? അതാണ് ഇന്ന് പകല് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. That is what I want to share with you today. സകല മാനവരാശിയോടും യേശുക്രിസ്തുവിന്റെ രക്തത്തിന് പ്രോമിസ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എബ്രായലേഖനം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒത്തിരി പ്രാധാന്യതയുള്ള ഒരു പുസ്തകമാണ് എബ്രായലേഖനം. അപ്പോസ്തലനായ പൗലോസിന്റെ 14 ലേഖനങ്ങൾ ഇൻക്ലൂഡിംഗ് എബ്രായലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ താൻ നമുക്ക് നൽകിയിട്ടുണ്ട്. Apostle Paul has written 14 epistles including the book of Hebrews. എന്നെ ശ്രദ്ധിക്കണം എല്ലാവരും. യേശുക്രിസ്തുവിന്റെ ദ ക്രിസ്റ്റോളജിക്കൽ പെർസ്പെക്റ്റീവ്, ക്രിസ്തുശാസ്ത്രപരമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ്. ഒന്ന് കൊലോസ്യ ലേഖനവും ഒന്ന് എബ്രായ ലേഖനം. In the book of Colossians and the book of Hebrews there's like a Christological epistle. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന ദ യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ഔന്നിത്യം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം. അത്
ഓരോ അധ്യായത്തിലും യേശു ഉന്നതൻ ഉന്നതൻ ഉന്നതൻ, എല്ലാവരും കാണാതറിയാവുന്ന, ഞാൻ എപ്പോഴും പറയുന്നല്ലേ, യേശു ഉന്നതൻ 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 എന്നാണ് 13 അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത്. And each of the books, chapters in the book of Hebrews tells Jesus is better than or higher than this, like that. എപ്പോഴും എനിക്ക് എബ്രായ ലേഖനം പഠിപ്പിക്കുമ്പോൾ അത് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ല. And I cannot, just miss saying that. കാരണം യേശു സകല നാമത്തിലും മേലായ നാമമുള്ളവനാണ്, ഉന്നതനാണ്. Because Jesus, he has the name above every other name. ഏതെങ്കിലും ദൈവങ്ങളുടെ കൂടെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു നാമമല്ല, അതിനേക്കാൾ ഉന്നതമായ നാമമാണ് ഞാൻ സെർവ് ചെയ്യുന്ന യേശുവിന്റെ നാമം. Jesus' name is not just among every other gods, but Jesus' name is above every other name given to us. യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന പൗലോസ് തന്റെ മതത്തെ, തന്റെ ലീഡേഴ്സിനെ ഒക്കെ നിരത്തി നിർത്തിയിട്ട് പറയാണ്, അതിനേക്കാൾ ഉന്നതമാണ് എന്റെ യേശു കർത്താവ്. Paul, in the genealogy of the Hebrews, or Israel, being an Israelite, he was mentioning each of the leaders, but he was explaining why Jesus is above every one of them. ഒന്നാം അധ്യായത്തിൽ പ്രവാചകന്മാരെക്കാൾ യേശു ഉന്നതനാണ്. In chapter 1, Jesus higher than the prophets. രണ്ടാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ യേശു ഉന്നതനാണ്. Above angels in chapter 2. മൂന്നാം അധ്യായത്തിൽ മോശയെക്കാൾ യേശു ഉന്നതനാണ്. Above Moses in chapter 3. നാലാം അധ്യായത്തിൽ പറഞ്ഞേ, കാണാതെ പഠിച്ചവരാ നമ്മളല്ലേ, യോശുവേക്കാൾ യേശു ഉന്നതനാണ്. Above Joshua in chapter 4. അഞ്ചാം അധ്യായത്തിൽ അഹരോനേക്കാൾ യേശു ഉന്നതനാണ്. Better than Aaron in chapter 5. ആറാം അധ്യായത്തിൽ അബ്രഹാമിനേക്കാൾ യേശു ഉന്നതനാണ്. Higher than Abraham in chapter 6. 7 മൽക്കി സദേക്കിനേക്കാൾ എന്റെ യേശു ഉന്നതനാണ്. Jesus is, better than Melchizedek in 8 chapter 7. പഴയ നിയമ ഉടമ്പടികളെക്കാൾ യേശു ഉന്നതനാണ്. Better than the Old Testament covenants in chapter 8. 9 സമാഗമന കൂടാരത്തെക്കാൾ യേശു ഉന്നതനാണ്. Better than the tabernacle in chapter 9. 10 പഞ്ചവിധ യാഗങ്ങളെക്കാൾ യേശുവിന്റെ യാഗം ഉന്നത യാഗമാണ്. Jesus' sacrifice is better than the 5 sacrifices of the Old 11 Testament. എല്ലാവിധ വിശ്വാസ വീരന്മാരെക്കാൾ യേശു ഉന്നതനാണ്. Jesus is above every heroes of faith. 12 ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം യേശു ക്രിസ്തുവിനുണ്ട്. Chapter 12 better than the blood of Abel. 13 യഹൂദ മതത്തെക്കാൾ യേശു ഉന്നതനാണ്. Chapter 3 Jesus is above എന്റെ the കൂടെ യേശു ഉന്നതനാണെന്ന് വിശ്വസിക്കുന്നവർ ആലയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ വീശി ഉയർത്തി പറഞ്ഞാട്ട്, എന്റെ യേശു ഉന്നതനാണ്. Now let us proclaim together as ശബാരാധന, ഹതരാധന. Jesus is higher than everyone else. ലേഖനത്തിന്റെ മറ്റു പ്രത്യേകതകൾ, The other importance of the book of Hebrews, ലേഖനം മുന്നറിയിപ്പുകളുടെ ലേഖനമാണ്. it is a book of warnings. 9 14 മുന്നറിയിപ്പുകൾ പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പ്രധാനമായി 7 മുന്നറിയിപ്പുകൾ ഇവിടെ പഠിപ്പിച്ചു. No, you can find 9 or even 14 warnings in the book, but at least 7 important ones. എല്ലാം ആവർത്തിക്കുന്നില്ല, സമയ ചുരുക്കം കൊണ്ട്. No, I'm not explaining everything again. ആറാമത്തെ മുന്നറിയിപ്പ് നമ്മൾ വായിച്ച 24 25 വാക്യങ്ങളാണ്. But the 6th warning is the verse that we read here, verses 23 and 24 of chapter 12. മറ്റൊരു പ്രത്യേകത എബ്രായ ലേഖനത്തിനുള്ളത്, Another importance of the book of ഇത് Hebrews, താരതമ്യങ്ങളുടെ പഠനമാണ്. താരതമ്യങ്ങളുടെ it പഠനമാണ്. is a comparison study book. താരതമ്യ പഠനം ഒന്നാം അധ്യായത്തിൽ പഴയ നിയമ പ്രവാചകന്മാരും യേശുവും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. In the Old Testament prophets and Jesus are being compared. ദൂതനും യേശുവുമായുള്ള താരതമ്യം, Between the comparison between angels and Jesus. യോശുവ നൽകിയ സ്വസ്ഥതയും യേശു ക്രിസ്തുവിനുള്ള നിത്യ സ്വസ്ഥതയും തമ്മിലുള്ള താരതമ്യ The പഠനം. rest offered by Joshua and the rest which is offered by Jesus Christ is being compared. അഹരോന്റെ മഹാപൗരോഹിത്യവും യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യവും, And the priesthood of Aaron and the priesthood of Jesus is പഴയ being compared. ഉടമ്പടിയും പുതിയ ഉടമ്പടിയും, Between the old and new covenants. മൃഗയാഗങ്ങളും യേശുവിന്റെ യാഗവും, The sacrifices and the ultimate sacrifice of Jesus 12 Christ. നമ്മൾ പഠിക്കാൻ പോകുന്നത് സീനായി മലയും സിയോൻ മലയും തമ്മിലുള്ള വ്യത്യാസം. The difference or comparisons between the Mount Sinai and Mount Zion. പിന്നെ എബ്രായ ലേഖനത്തിന്റെ മറ്റു പ്രത്യേകത, Another importance is ശ്രേഷ്ഠമായ ബെറ്റർ തിങ്സുകളുടെ പുസ്തകം എന്ന് it പറയുന്നത്. talks about better things. ഏറെ നല്ല നാമം എന്ന് പറഞ്ഞിട്ടുണ്ട്. It says, Jesus' name is better than everything ബെറ്റർ else. കവനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Talks about better covenant, ഏറെ നല്ല പ്രത്യാശ എന്ന് പറഞ്ഞിട്ടുണ്ട്. better promise, വിശേഷയേറിയ വാഗ്ദത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. better promises, ഏറ്റവും നല്ല യാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. better sacrifice, അധികം നല്ല ദേശം എന്ന് അബ്രഹാം പറഞ്ഞിട്ടുണ്ട്. better place, ഏറ്റവും നല്ല ഉയർപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. better
resurrection. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബെറ്റർ ബ്ലഡ് എന്ന പദമാണ്. And today we will be focusing on better blood. എന്നൊക്കെ പറഞ്ഞതിന്റെ ആശയം, Why I said all these things? പ്രിയമുള്ള എബ്രായ ലേഖനം നമ്മൾ പഠിക്കാൻ വരുമ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കണം. No, it is important for us to know the background. ഒത്തിരി താരതമ്യങ്ങൾ പഠനങ്ങൾ നടത്തുകയാണ് ഇതിനകത്തൂടെ. And they do a lot of comparison studies. എബ്രായ ലേഖനം 12 നമ്മൾ പഠിച്ചിട്ടുണ്ട്. Hebrews 12 we have learned. 12 വിശ്വാസ വീരന്മാരെ ഇങ്ങനെ നിരത്തി വെച്ചു. In chapter 11 we see all the heroes of faith. 12 വരുമ്പോൾ അവരെ ചൂണ്ടിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, Now when we come to chapter 12 looking at them, Paul ഇത്രയും says, വലിയൊരു സാക്ഷികളുടെ സമൂഹം പറഞ്ഞേ നമുക്ക് നമ്മുടെ ചുറ്റും ചുറ്റുമുണ്ട്. നിൽക്കുന്നുണ്ട്. He says we have so great a cloud of witnesses surrounding us. അതുകൊണ്ട് നീ ഓടണം. So you have to do a better race. 12 ശ്രദ്ധിക്കണമേ. 12 നമ്മളെ കൊണ്ടൊരു ഓട്ടക്കളത്തിൽ നിർത്തിയിരിക്കുക. So in chapter 12 we are placed in a race track. അവിടെ ഗാലറി ഉണ്ട്. There's gallery there. 2 ടൈപ്പ് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. And there are 2 different kinds of people അവർ there. നിൽക്കുന്നു എന്നാ പറയുന്നത്. So like they are not sitting but they're standing. നമ്മൾ ഓടാൻ നിൽക്കുമ്പോൾ അവർ നിൽക്കുകയാണ്. So people who are in the race track running, And but അർത്ഥം- in gallery another group of people standing there. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? You know what that means? ഗാലറിയിൽ എപ്പോഴും ആൾക്കാർ ഇരിക്കുകയാണ്. Usually in gallery people sit. എപ്പോഴാ നിൽക്കുന്നറിയാമോ? But do you know when they stand up? അവർക്ക് ആവേശം മൂക്കുമ്പോഴാ. When they get excited about something. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ചാടി സോഫയുടെ മണ്ടേ കയറിയേ. So the other day, like someone was jumping onto the couch, when it was cricket game going on. അവന്റെ ഇഷ്ട Couch, when it was cricket. കളിക്കാരൻ കോഹ്ലി അടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ചാടി സോഫയുടെ മണ്ടേ കയറി. So like when Kohli was batting, this watchers, they jumped into the couch. ചാടി കയറി ഇവർ സ്വത്തം പറഞ്ഞോണ്ടിരുന്നാ മതി. So those who are doing that, you just praise God. ആവേശം മൂക്കുമ്പോഴാണ് നാം എഴുന്നേൽക്കുന്നത്. So like when we get excited, They are we stand. standing. അവർ നിൽക്കുകയാ. But in the galleries, there is അവർ a group കൈയടിച്ച് standing. തരുകയാ. They're clapping for us. നിങ്ങൾ ഓടിക്കൊള്ളാനാ പറയുന്നേ. They're telling, keep running. ഓട്ടക്കാരന് ഒരു നോട്ടമുണ്ട്, ക്രിസ്തുവാ നോട്ടം. And the people who are running is നിങ്ങൾ looking നോക്കിയാൽ at ഞാൻ Jesus. പറയുന്നതൊക്കെ 12 1 മുതൽ 14 വാക്യത്തിൽ കിടപ്പുണ്ട്. And what I'm telling is from verses 1 through 14. ഓട്ടക്കാരനൊരു വസ്ത്രമുണ്ട്, ഡ്രസ്സുണ്ട്. And the racers have a particular അത് code. വെയിറ്റ്ലെസ് ആയ ഡ്രസ്സാണ്. So their dress code is weightless. വെയിറ്റ് ഉള്ള ഡ്രസ്സ് ഇട്ട് ഓടാൻ പറ്റത്തില്ല. Because they cannot run with a heavy അതുകൊണ്ട് dress. ഭാരവും പാപവും ഒക്കെ ഒഴിഞ്ഞിട്ട് ഓടിക്കോണം. So you have to get rid of all the everything that burdens you. നിങ്ങളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന പലതും ഉണ്ടാകും. You may have many obstacles which പക്ഷേ blocks നിന്റെ you ഓട്ടം from നിനക്ക് running. വേണ്ടി കഷ്ടം അനുഭവിച്ച നാഥനെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ഓടിക്കോണം. But those who are running, you have to meditate on Jesus Christ who ran before you. ഈ വഴിയിൽ നിങ്ങളുടെ കൈകൾ തളർന്നിരിക്കാൻ സാധ്യതയുണ്ട്, കാല് തളർന്നിരിക്കാൻ സാധ്യതയുണ്ട്. There's a chance that you get tired. അതുകൊണ്ട് നിങ്ങൾ കാലുകളും കൈകളും നിവർത്തി ഓടിക്കോണം. So but the writer tells us that let us get rid of all the tiredness and run firmly. നിങ്ങൾ ഓടി 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 വന്നത് എവിടെയാണെന്നറിയാമോ? Now, do you know where have you reached by running? ഇതാ പൗലോസ് അതിന്റെ 18ാമത്തെ വാക്യത്തിൽ പറയുന്നത്. That is what Paul says in രണ്ട് verse 18. കമ്പാരിസൺ സ്റ്റഡി നടക്കുകയാ. There's a comparison study going പഴയ on. നിയമ ഇസ്രായേൽ മക്കൾ ഓടി വന്നത് സീനായി മലയുടെ മുൻപിലാണ്. Now the Old Testament Israelites, they ran and reached the Mount Sinai. അവർ വന്നത് ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. So the Israelites ran a lot and they reached to a horrible situation. ഹലോ, എന്നോട് ഉണ്ടോ? I hope you are with me. എന്നോട് ഉണ്ടോ എല്ലാവരും? ഉറക്കം വന്ന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം. അന്നേരം എല്ലാവരും എന്നോട് ഉണ്ട് കേട്ടോ. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. രണ്ട് കമ്പാരിസൺ സ്റ്റഡി നടക്കുകയാണ്. So there's a comparison study there. അവിടെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ വന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു. So here Apostle Paul says that Israelites under the leadership of Moses, they ran and reached a place. അത് സീനായുടെ മലയടുത്താണ്. So they reached Mount Sinai. അത് എക്സോഡസ് 19 കൊടുത്തിട്ടുണ്ട്. Now you can see the background in Exodus chapter 19. എന്തെന്നറിയാമോ? You know what? മോശയെ ദൈവം സീനായുടെ മുകളിലേക്ക് വിളിച്ചു. So now Moses is being called to the top of Mount Sinai. എന്തിനാണ് വിളിച്ചത്? You know why? കൽപ്പന കൊടുക്കാൻ, In order to give the commandments. ഈ സമയത്ത് ദൈവം
ജനത്തോട് പറയാൻ പറഞ്ഞു, And now God told to tell people, ആരും പർവ്വതത്തിനടുക്കലേക്ക് വരരുത്, don't come close to the mountain. ഒരാടിനെയും മാടിനെ പോലും കൊണ്ടുവരരുത്. Don't let your animals come near it. ആരെങ്കിലും സീനായി അന്നേരം തൊട്ടാൽ If anyone touches the mountain, അവൻ മരിക്കും. they will die. അവര് കണ്ടത് കൂരിരുളാണ്. No, they saw big darkness. മേഘതമസ് കണ്ടു. They saw the cloud അവർ hovering. കൊടുങ്കാറ്റ് കണ്ടു. They saw big wind. കാഹളനാദം കണ്ടു. They heard the trumpet sound. ഭയങ്കര ശബ്ദം കേട്ടു. They heard big ഉടനെ ഈ sound. ജനം പറഞ്ഞൊരു പദമുണ്ട്, And the people said, ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമില്ല. we don't want to hear this. ഞാൻ പറയുന്നത് ഡ്യൂട്രോണമി 4:11-12 വാക്യങ്ങളാണ്. What I'm telling is from Deuteronomy ഞങ്ങൾക്ക് chapter 4. പേടി തോന്നുന്നു. The people were afraid. ഇങ്ങനെ വല്ലാത്തൊരു ഭീകര അന്തരീക്ഷത്തിലാണ് ദൈവം അവരോട് സീനായി സംസാരിച്ചത്. In Mount Sinai, God was talking to them in such a fearful, circumstance, or some terrible circumstance. നിങ്ങളിപ്പം പേടിച്ചിരിക്കുന്നത് പോലെ അവരും പേടിച്ചിരിക്കുന്നു. So the Israelites were afraid just like we are afraid now. പക്ഷേ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നമ്മളിങ്ങനെ താഴെ കൊണ്ടുവരികയാണ്. But through Holy Spirit, Paul is bringing to another realm. എന്നാൽ നിങ്ങളിപ്പം വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? Paul is telling that where you have reached. ആ ആദ്യത്തെ 7 കാര്യം പറഞ്ഞിട്ട് അടുത്ത 7 കാര്യം പറയുകയാണ്. So after the first 7 things, Paul tells about the difference എനിക്ക് ആ of the വാക്യം other things. ഒന്ന് വായിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്. Now I want you to read it and listen to it. എത്ര പേർക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്? How many of you want to know where you have reached now? 19ാമത്തെ വാക്യമല്ലേ ഇത്? In verse 20ാമത്തെ വാക്യമല്ലേ ഇത്? Verse 19 or 20. വായിച്ച് കേട്ടെ. 21ാമത്തെ വാക്യം മലയാളത്തിൽ. മലയാളത്തിൽ 22ാമത്തെ വാക്യം. പിന്നെയോ നമ്മൾ എവിടെ വന്നിരിക്കുന്ന അറിയാമോ? സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്, സയോന്റെ മുൻപിലും ദൂതന്മാരുടെ സംഘത്തിന്റെ മുമ്പിലും സ്വർഗത്തിൽ പേരെഴുതിയ ഒരു ചർച്ചിന്റെ മുൻപിലും സഭയുടെ മുമ്പിലും ഒരു ന്യായാധിപതി സാക്ഷാൽ ദൈവത്തിന്റെ മുമ്പിൽ. അടുത്തത് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ മുമ്പിൽ. അടുത്തത് വായിച്ചേ. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ മുൻപിലും. ഓ യേശുവിന്റെ പുണ്യാക രക്തത്തിന്റെ മുൻപിലുമാണ് നാം ഈ പകൽ വന്നിരിക്കുന്നത്. നാം വന്നിരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ മുൻപിലല്ല, നാം വന്നിരിക്കുന്നത് കൂട്ടിന്റെ മുമ്പിലല്ല, നാം വന്നിരിക്കുന്നത് മേധതമസിന് മുമ്പിലല്ല, നാം വന്നിരിക്കുന്നത് വിടുവിക്കുന്ന യേശുവിന്റെ രക്തത്തിന് മുമ്പിലാണ്. Where you have come is, it tells in verse 22 onwards, you have come to Mount Zion and to the city of the living God, the heavenly Jerusalem, and to the myriads of angels, to the general assembly and church of the firstborn who are enrolled in heaven, and to God the judge of all, and to the spirit of the righteous made perfect, and to Jesus the mediator of a new covenant, and to the sprinkled blood which speaks better than the blood of Abel. ഈ 7-8 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ, and as he is explaining about Mount Zion, പരിശുദ്ധ പുതിയ സഭയോട് ഒരു പ്രത്യേക കാര്യം പറയുകയാണ്. Holy Spirit talks a different thing to the New Testament church. രണ്ട് രക്തങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ നടക്കുകയാണ്. So there is a comparison between two different kinds of NLT blood. version പറഞ്ഞത് രക്തങ്ങൾ സംസാരിക്കുന്നു. It speaks എന്ന് പറയുന്നത്. In NLT version it tells that the blood that speaks. യേശുവിന്റെ രക്തവും സംസാരിക്കുന്നു. The blood of Jesus speaks. ആബേൽ രക്തം സംസാരിക്കുന്നു. And the blood of Abel also speaks. രണ്ടുപേരും കൊല്ലപ്പെടൽ മരിച്ചതാണ്. Now both of them are dead people. They ആബേലിനെ died. സ്വന്തം സഹോദരൻ കൊന്നതാണ്. Abel was killed by his own brother. യേശുവിനെയും സ്വന്തം ആൾക്കാർ കൊന്നതാണ്. Jesus was also killed by his own people. കേൾക്കണേ. ആബേൽ രക്തം ഭൂമി നിലവിളിക്കുന്നു. And Abel's blood is crying from the Still earth. speaks, സംസാരിക്കുന്നു. The blood still speaks. എന്താ സംസാരിക്കുന്നേ? What is it speaking? NLT version ഉള്ള ഒന്ന് വായിച്ച്. NLT version ആരെങ്കിലും ഒന്ന് ഉറക്കെ If വായിച്ച്. any of you have NLT version, can you read that? What is the blood of Abel is speaking? The blood of Jesus Christ speaks of forgiveness. Verse. Instead of crying out for vengeance like blood of Abel. If you have the NLT version, this is what it reads. Like money, please. Sprinkled blood which speaks forgiveness. യേശുവിന്റെ രക്തം എന്ത് പറയുന്നു?
എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ക്ഷമ, ക്ഷമിക്കണം, ക്ഷമ, ക്ഷമിക്കണം. എന്നാൽ ഏബന്റെ ബ്ലഡ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? The next verse, the next portion says, what is Abel's blood is speaking? പറ, പ്രതികാരം. So Abel's blood is crying out vengeance. നിങ്ങൾക്ക് മനസ്സിലാവാൻ രണ്ട് വാക്യം വായിപ്പിക്കാം. വേഗത്തിൽ വായിച്ചേ. മക്കളെ, ഞാൻ തന്നേക്കുന്ന വാക്യം വാക്കിയിട്ട് എന്തെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം അതിന് 4:10. Genesis chapter 4 verse 10. നീ എന്തു ചെയ്തു? നിന്റെ അനുജ രക്തം ശബ്ദം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. So this is what God asked, what have you done? The voice of your brother's blood cries unto me from the ground. വെളിപ്പാട് 6, 9, 10 നിലവിളിക്കുന്ന എന്താണ്? Revelation chapter 6 verses 9 and 10. അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ when the fifth seal was opened, ദൈവജന നിമിത്തവും തങ്ങൾ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ അറുക്കപ്പെട്ടവർ പ്രോസിക്യൂഷനാൽ തകർക്കപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിൽ കണ്ടു. Verse 10. ഞങ്ങള് കർത്താവിന്റെ നാമത്തിൽ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിക്കുന്നു. So the persecuted souls are crying out from the earth, that asking, how long, O Lord, holy and true, do you not judge and avenge your blood on them that dwell on the earth? വെളിപ്പാടി കർത്താവിന് ഉത്തരവുണ്ട്. So in Revelation God has answered. 11 കർത്താവിന്റെ ഉത്തരം. In വേഗത്തിൽ. 11. ഇനിയും കുറച്ചു പേരും കൂടെ കൊല്ലപ്പെടാനുണ്ട്. So there are some more brethren to be killed. അപ്പൊ പെർസിക്യൂഷൻ നിൽക്കുമോ, കണ്ടിന്യൂ ചെയ്യുമോ? So would persecution be stopped or will it continue? പെർസിക്യൂഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് സഭ വളരും. So as persecution goes up, the church will grow. ഒരാളെ ജയിലിനകത്ത് ഇട്ടെന്ന് വെച്ചോ, ഒരാളെ ഉപദ്രവിച്ചെന്ന് വെച്ചോ ഈ മാർഗം നിൽക്കില്ല. യേശു പാലസ്തീന്റെ മണ്ണിൽ നിന്ന് ഉറക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. സ്നേഹിതാ, താങ്കൾക്ക് ഞങ്ങൾ ഒരുവനെ പിടിച്ച് ജയിലിലിടാം, പക്ഷേ ഞങ്ങളുടെ ഈ മാർഗത്തെ നിർത്താൻ നിനക്ക് കഴിയത്തില്ല. കാരണം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും, സഭ വളർന്നുകൊണ്ടിരിക്കും. Hallelujah. The church will continue to grow regardless whether they put us in prison or whether they kill one of our brethren. Hallelujah. Amen. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞ ആ കാര്യം എനിക്ക് ആ പോയിന്റ് അവസാനിപ്പിക്കണമെങ്കിൽ വായിച്ച് കാണിച്ച മോനെ തെസ്സലോനിക്ക ലേഖനം. In Thessalonians 1 7, 8, 9, 10 വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. എന്റെ വിഷയത്തിന് മാറിപ്പോകുകയല്ല, വായിച്ചാൽ മതി. ദൈവത്തെ അറിയാത്തവർക്കും. And to you who are troubled, can you read in 7, 8 and 9? നമ്മുടെ കർത്താവ് യേശു സുവിശേഷം അനുസരിക്കാത്തവർക്കും ദൈവം എന്ത് കൊടുക്കും? പ്രതികാരം കൊടുക്കുമ്പോൾ verse 8, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? പീഡ കൊടുക്കും. പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസം. എന്റെ വേർഷനിൽ റിലീഫ് ഓർ റെസ്റ്റ് ആൻഡ് റിവാർഡ് എന്ന പദമാണ്. അവനൊരു റിവാർഡ് ദൈവം കൊടുക്കും. So like those who are persecuted now, God will definitely give them a reward and rest and peace. ദൈവസന്നിധിയിൽ നീതിയാണത്. That is God's righteousness to the persecuted. കണ്ടിന്യൂ വായിച്ചേ. verse 9, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും. 10 വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോടെ മഹത്വം വിട്ടകന്ന് എവിടെ പോകും? കുഞ്ഞെ, നീ ഇന്ന് പകല് പീഡിപ്പിച്ചോ, നീ ദൈവസഭ മുടിപ്പിക്കാൻ ഇറങ്ങിക്കോ, പക്ഷേ ഞങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. ഞങ്ങളുടെ ദൈവദാസന്മാർ പ്രതിഫലം വാങ്ങിക്കും, പക്ഷേ നിനക്കൊരു നിത്യനാശമുണ്ടെന്ന് നീ മറന്നു പോകല്ല. The Bible clearly says that those who does not believe the gospel, they will be punished in the eternal punishment. മടങ്ങി വരാം. അപ്പോ let us come back. യേശുക്രിസ്തുവിന്റെ രക്തം സംസാരിക്കുന്നത് ക്ഷമിക്കാൻ നമ്മോട് പറയുകയാണ്. So but the blood of Jesus Christ speaks forgiveness. ഹാബേലിന്റെ രക്തം നമ്മോട് പറയുന്നത് എന്താ? താഴ്ന്ന് വിളിക്കുന്നത് അറിയാമോ? But you know what is Abel's blood crying out for? നീ എപ്പോഴാ പ്രതികാരം വിട്ടു ദൈവമേ? നീ എപ്പോഴാ പ്രതികാരം വിട്ടു ദൈവമേ? Oh righteous Lord, when do you do the revenge or the vengeance? എന്ന് പകൽ യേശുവിന്റെ രക്തത്തിന്റെ സാധ്യത ഞാൻ പറയാൻ പോകുകയാണ്. So I want to share with you what are the benefits of the blood of Jesus Christ. ക്ഷമിക്കുന്ന കർത്താവ് നമ്മളോട് ക്ഷമിക്കാൻ പറയുന്നു. So the Lord who tells us to forgive.
ഞാൻ ഒന്ന് രണ്ട് കുറെ കാര്യങ്ങൾ ഇനി എൻ്റെ മുമ്പിൽ സമയം വളരെ കുറവാണ്ട് ഒരു 7 പോയിന്റ് കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് നമ്മുടെ ഹെഡിങ് എന്താണ്? വാട്ട് ആർ ദ ബെറ്റർ തിങ്സ് that the blood of Christ promises. യേശു ക്രിസ്തു ഹാബ രക്തത്തെക്കാൾ യേശു ക്രിസ്തു നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ബെറ്റർ ആയ ചില കാര്യങ്ങൾ. So the better things, and I want to state 7 points quickly. എഫേസ്യർ 1:7. Ephesians chapter 1 verse 7. The first point is Ephesians chapter 1 verse 7. എന്താണത്? അവന്റെ രക്തത്താൽ നമ്മുടെ വീണ്ടെടുപ്പ്. ലോകത്തോട് യേശു ക്രിസ്തുവിന്റെ ബ്ലഡ് പ്രോമിസ് ചെയ്യുന്നത് ഞാൻ നിന്നെ വീണ്ടെടുക്കാം. So the number one promise the blood of Jesus Christ Hallelujah. gives to us is the redemption of the whole world through the blood of Christ. Hallelujah. Amen. Redemption through the blood of blood Christ. of Jesus. യേശു ക്രിസ്തു രക്തത്താൽ മാനവകുലത്തിന് വീണ്ടെടുപ്പുണ്ട്. So there is redemption promised through the blood of Jesus Christ. പത്രോസ് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ. 1 പത്രോസ് 1:18-19 വാക്യം എല്ലാവരും കാണാൻ പറയുന്ന വാക്യമല്ലേ? 1 Peter chapter 1 verse 18 and 19. വൃദ്ധവും പാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുകൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല, പണം കൊണ്ടല്ല, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെ അടുത്ത വാക്യം പറഞ്ഞ് വേഗം. നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാ നമ്മൾ ഇന്ന് പകൽക്കാലം സന്തോഷം പറ. കർത്താവിന്റെ മേശറൂപിൽ ഇരിക്കുമ്പോ ഇന്ന് പകൽ പറഞ്ഞാട്ട് എന്നെ വീണ്ടെടുത്തിരിക്കുന്ന ഒരു രക്തമുണ്ട്. ആ രക്തം യേശുവിന്റെ രക്തമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ആ പദം കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ കരം ഉയർത്തും. കാരണം കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട് അവന്റെ രക്തം എനിക്ക് വേണ്ടി ഊറ്റി നൽകിയത് കൊണ്ട് ഞാൻ സന്തോഷത്തോടെ പറയുന്നു, he redeemed, അവൻ എന്നെ വീണ്ടെടുത്തു. So we are not redeemed through the gold or silver or any precious things in the world, but Peter clearly states that, but with the precious blood of Jesus Christ. പഠനത്തിനായി എഴുതുന്നവരുള്ളത് കൊണ്ട് എബ്രായലേഖനം 9:11 മുതൽ 15 വാക്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 9 മുതൽ 11 വരെ വാക്യങ്ങൾ, 15 വാക്യങ്ങൾ അതിനകത്ത് ഇങ്ങനെയാണ്. അതിന്റെ 15-ാമത്തെ വാക്യം കാണിച്ച മോനെ, വേഴ്സ് 15 കാണിച്ച മോനെ. 9-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചേ. 12-ാം വാക്യം വായിച്ചേ. വേഴ്സ് 12. ആട്ടുകൊറ്റൻ, മാട്, പശു, കിടാക്കളുടെ രക്തങ്ങളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട്, അവന്റെ രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചിട്ട് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് എനിക്ക് സാധിച്ചു നൽകി. ഇന്ന് പകൽ സ്തോത്രം ചെയ്യാമോ? യേശുവിന്റെ ക്രൂശ് മരണത്താൽ അവരെന്നെ വീണ്ടെടുത്തു. So we are not redeemed by the blood of goats or calves, but by his own blood that he entered in once into the holy place, having obtained eternal redemption for us. രണ്ടാമത്തേത്, the second point is എബ്രായലേഖനം 10:19-20 വാക്യം. Hebrews chapter 10 verses 19 and 20. In Hebrews chapter 10 verses 19 and 20. We have a confidence to enter the holy place. Hallelujah. അവന്റെ രക്തത്താൽ യേശു ക്രിസ്തുവിനുള്ള ഫെലോഷിപ്പ് നമുക്ക് നൽകി. So we are given a fellowship or the boldness to enter to the holy place. വാക്യം എബ്രായലേഖനം 10:19-20 വാക്യം വായിച്ചു. തന്റെ രക്തത്താൽ ചേർന്ന് പറഞ്ഞ രണ്ട് രക്തത്താൽ ഹോളി 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 മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് ചെന്ന് കയറാൻ എനിക്ക് കോൺഫിഡൻസ് കിട്ടി. So we have received the boldness or confidence to enter the most holy place through the blood of Christ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്, about 2000 years ago, കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ, when Jesus Christ died for us on the cross, ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ്, and about 4000 years ago, ഏദനിൽ നിന്ന് അടിച്ചിറക്കി എന്നെയും നമ്മുടെ പിതാക്കന്മാരെ വിട്ടു. so the humankind was casted out of the Garden of Eden because of sin. ഏദന്റെ പുറത്ത് ദൂതന്മാരെ നിർത്തി, and the angels were standing there guarding. ആദാമോവന്റെ സന്തതികൾ ആരെങ്കിലും അകത്ത് തിരിച്ചു കയറിയാൽ അവനെ വെട്ടാൻ വേണ്ടിയിട്ട്. so the angels were guarding so that Adam or his descendants will not enter. എനിക്ക് പറുദീസയിൽ കയറി ചെല്ലാൻ ഒരു സ്വാതന്ത്ര്യമില്ല, കോൺഫിഡൻസ് ഇല്ല. I had no confidence to go back to that paradise. കാലത്തിന് സമ്പൂർണ്ണത വന്ന
വന്നപ്പോൾ But when the due time came, അവസാനത്തെ ആദാം എന്നറിയപ്പെട്ട നസ്രായന്റെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Jesus Christ, who is known as the last Adam, came down. നസ്രായന്റെ ശരീരം തിരശ്ശീല കീറുന്നത് പോലെ വീണ്ടും കീറി. His body was torn into pieces. ഒരു പുതിയ വഴി ഓപ്പൺ ചെയ്തു. No, he opened a new way. അവനിൽ വിശ്വസിക്കുന്നവനെ അവന്റെ പുറകിൽ അവനിലൂടെ അകത്ത് കയറാൻ പ്രവേശനം കിട്ടി. And whoever believes in him were given the new way to enter to that fellowship with God. ഏതെന്റെ മുമ്പിൽ വന്ന് എനിക്കിനി പാരഡൈസിന് മുമ്പിൽ വന്ന് പരദീസിന് മുമ്പിൽ വന്ന് എനിക്കിനി ചുമ്മാ ഓച്ചാരിച്ച് നിൽക്കണ്ട. I don't have to come and wait for the angel to enter me in anymore. ദൂതനെ എന്നെ ഒന്ന് കേറ്റാമോ എന്ന് ചോദിക്കണ്ട. You don't have to ask permission to the angel to let you in. പുത്രന്റെ കരം പിടിച്ചുകൊണ്ട് ഞാൻ വരുന്നേ. I am walking with holding the hand of the Son of God. അവനിലൂടെ എനിക്ക് പ്രവേശനം കിട്ടി. And I can boldly enter to a fellowship with അതാ God. റോമലേഖനം 5:1-2 വാക്യം പറയുന്നത്. That is what Romans chapter 5 verse വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാമത്തെ വാക്യം പറയുന്നു, ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ എനിക്ക് എൻട്രൻസ് കിട്ടി. Being justified by, in verse 1, being justified by faith, we have peace with God through our Lord Jesus Christ, by whom also we have access by faith into this grace wherein we stand and rejoice in hope of the glory of നിങ്ങൾ God. പേടിച്ചാലും പുറത്ത് നിൽക്കണ്ട കേട്ടോ. Now we don't have to be afraid and എന്നെ stand അകത്ത് out. കയറ്റുമോ ഇല്ലെന്ന് ആരും ചോദിക്കണ്ട കേട്ടോ. Don't ask whether I have permission to നിനക്ക് come in. വേണ്ടി ഒരു പുതിയ വഴി കർത്താവ് ക്രൂശിൽ വെട്ടിയിട്ടുണ്ട്. No, the Lord has opened a new way ആ for വഴിയിലൂടെ you. നിനക്ക് പ്രവേശനമുണ്ട്. You do have access. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുവിലേക്ക് ശിക്ഷാവധിയുമില്ല. Therefore, whoever is in Jesus യേശുവിലൂടെ Christ, നിനക്ക് ആ കൃപാസനത്തോളം അടുത്തു ചെല്ലാം. ആ ധൈര്യമുള്ള പ്രിയപ്പെട്ടവർ ദൈവത്തെ ഈ പകൽ സ്തുതിച്ചാരാധിക്കട്ടെ. hallelujah, hallelujah. The Bible clearly says that for those who are in Christ there is no condemnation. You can boldly enter to that presence of God now. Fellowship with God through blood of Jesus Christ. So the second benefit was that we have fellowship with God through the blood of Christ. വളരെ ആവേശത്തോടെ എനിക്ക് ഇതൊക്കെ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള പദങ്ങളാണ്. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ പോയിന്റുകൾ പറഞ്ഞ് നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുക. മൂന്നാമത് യെശയ്യാവ് 53:3-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, Isaiah chapter 53 verses 3 through 5. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. അവന്റെ മുറിവുകളാൽ, ചില വേർഷനിൽ ത്രൂ ഹിസ് ബ്ലഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ത്രൂ ഹിസ് വൂൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ത്രൂ ഹിസ് സ്ട്രൈപ്സ്, അവന്റെ അടിപ്പിണരുകളാൽ അവൻ നമുക്ക് വേണ്ടി ഒഴിച്ച അഞ്ചാമത്തെ വാക്യമാത്, ഒഴിച്ച അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സൗഖ്യമാണ്. എനിക്കറിയാം യെശയ്യാ പ്രവചനം 53 പറയുന്നത് പാപത്താൽ സംഭവിച്ച രോഗമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആത്മാവിൽ പറയട്ടെ, പാപമെന്ന വലിയ രോഗമാണെങ്കിലും നിന്റെ ശരീരത്തിലെ രോഗമാണെങ്കിലും എന്തിനെ ഹീൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു പുണ്യാക രക്തം ഈ ഹോളിനകത്ത് ഇന്ന് പകൽക്കാലം ഒഴുകുന്നുണ്ട്. വിശ്വസിക്കുന്നവർ അത് ഏറ്റെടുത്ത് സ്തുതിക്കാൻ തയ്യാറാകുക. Through the blood of Jesus Christ or through his wounds and stripes we are healed. Even though it talks about a bigger picture of sin being in the context in the book of Isaiah, let me tell you that for whoever believes you can even receive the physical healing through the blood of Christ. എന്നോട് ചേർന്ന പദമൊന്ന് പറഞ്ഞേ, by his stripes, by his wounds we are healed. എന്നോട് ചേർന്ന് പറഞ്ഞേ, എന്നോട് ചേർന്ന് പറഞ്ഞേ, പലവട്ടം പറഞ്ഞേ, ആവർത്തിച്ച് പറഞ്ഞേ, റെക്കോമാന സിയാന്താന, ആവർത്തിച്ച് പറഞ്ഞേ, ആത്മാവിൽ സൂക്ഷിക്കുക, ആവർത്തിച്ച് പറഞ്ഞേ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പറയുന്നു, യേശുവിന്റെ അടിപ്പിണരുകളാ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാ നിനക്ക് സൗഖ്യം. It is because of his wounds that we are healed. Number 4. പുറപ്പാട് പുസ്തകം 12-13 വാക്യം. Exodus chapter 12 verse 13. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. We read like this. നമുക്കൊക്കെ സംഭവം അറിയാം. അവർ പുറപ്പെട്ടു വരികയാണ്. So they are like in an exodus out of Egypt. അവർക്ക് ചില നിർദ്ദേശങ്ങൾ മോശ ദൈവത്താൽ കൊടുക്കുന്നു. And Moses has given them some instructions to obey. ഒരാടിനെ മാറ്റി നിർത്തണം. You have to take a lamb. നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് ഈ ആടിനെ നിങ്ങൾ അറക്കണം. And before you start out your journey you have to kill the lamb. അതിന്റെ രക്തം നിങ്ങൾ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പരത്തണം. You have to take the blood and put it on the doorpost and the walls. ഈ ബ്ലഡ് നിങ്ങളുടെ ഭവനത്തിന് എന്തായിരിക്കും? And what would this blood be for your house? അടയാളമായിരിക്കും.
This will be the sign of the house of Israelites. കാണുമ്പോൾ When the death angel sees the blood, സംഹാരകൻ നിങ്ങളെ കടന്നൊഴിഞ്ഞു the പോകും. death angel will skip your house if he see the sign of the blood of lamb. ശ്രദ്ധിക്കൂ, ഈ പെസഹ കുഞ്ഞാട് ആരാണ്? So who is this Passover lamb 1 കൊരിന്ത്യർ represent? 5:7 ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ക്രിസ്തുവാണ്. So in 1 Corinthians chapter 5 verse 7, പ്രൊട്ടക്ഷൻ through the blood of Jesus. hallelujah, 1 Corinthians chapter 5 verse 7 says that this Passover lamb is Christ himself. That means this blood of Jesus Christ is the protection to the children of God. വീനാഗൽ എന്ന് പറയുന്ന സായിപ്പ് നമ്മുടെ കേരളത്തിൽ വന്നു. Vinagal, he was a foreigner who came to Kerala. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഭാഷ പഠിച്ചു. He learned Malayalam നമ്മുടെ ഭാഷയിൽ ധാരാളം പാട്ടുകൾ തന്നെ എഴുതി. and he wrote many songs in Malayalam language, though he was a German man. ഒരു കോളറ എന്ന സീരിയസ് മാരക രോഗം കേരളത്തിൽ പടർന്നു പിടിക്കുന്ന കാലത്താണ് താൻ മിഷൻ പ്രവർത്തനത്തിനായി കുന്നംകുളം ഭാഗത്ത് വരുന്നത്. So when cholera or dysentery was like a spreading our community, that is when he reached Kundangulam for mission ആ works. സമയത്ത് ബ്രദറൻ സമൂഹത്തിലുള്ളവരും സ്തോത്രം അന്നത്തെ മിഷണറിമാരൊക്കെ കഠിനാധ്വാനം ചെയ്ത് ഈ കോളറ ബാധിച്ചവരെ നോക്കുന്ന ഒരു കാലമാണ്. So like the missionaries and the brother and church, they've been taking care of the people who were affected with cholera. ഒരു ഭക്തൻ പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്. This is what I heard someone say. താൻ കോളറയുള്ളവരെ വിസിറ്റ് ചെയ്യാനായിട്ട് മിഷണറിമാർ കടന്നുപോയി. And this missionary Vinagal along with other missionaries, they would go take care of the people affected with cholera. നമുക്കറിയാം പി വി തോമി എന്ന മനുഷ്യൻ 30-ാമത്തെ വയസ്സിൽ കോളറ ബാധിച്ചാണ് മരിക്കുന്നത് ഈ സംഭവത്തോട് തുടർന്നാണ്. And Pastor P.V. Tommy died at the age of 30 due to cholera around this time. ഈ സമയത്ത് താൻ തന്റെ മുറിക്കകത്ത് കോളറ ബാധിച്ചവരെ കണ്ടിട്ട് തിരിച്ചു വന്ന് മുറിക്കകത്തിരുന്ന് പാടിയൊരു പാട്ടുണ്ട്. And this is what Vinagal, the missionary, wrote after he took care of the people with cholera. താൻ യേശുക്രിസ്തുവിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് ഓർത്ത്, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് ഓർത്ത്, അതിനെ കോട്ടയെന്നാണ് നാം വിളിക്കുന്നത്, ഓർത്ത് താൻ പാടുകയാണ്. He was like a singing, thinking about the protection the blood of Christ gives to his people. തുടങ്ങുന്നത് മലയാളത്തിൽ എണ്ണീതിയും വിശുദ്ധിയും, പഴയ ഇംഗ്ലീഷ് ഹymnന്റെ മലയാളമാണ്. So this is a hymn of this is a old English hymn. In Malayalam it starts like ennidiyum vishuddhiyum. അതിനകത്ത് ഒരു വരിയുണ്ട്, സംഹാര ദൂതൻ അടുത്താൽ ഈ രക്തം എന്മേൽ കാണുകയാൽ താൻ കടന്നു പോകും ഉടനെ നിശ്ചയം ദൈവസുതൻ ഞാൻ. So like he wrote down that even when the death angel comes, when they see this blood, he will skip me or he will pass me. സംഹാര ദൂതൻ അടുത്താൽ ഈ രക്തം എന്മേൽ കാണുകയാൽ താൻ കടന്നു പോമുടനെ നിശ്ചയം ദൈവസുതൻ ഞാൻ. പഠിക്കേ, സംഹാരദൂതൻ അടുത്താൽ ഈ രക്തമെന്മേൽ കാണുകയാൽ താൻ കടന്നു പോമുടനെ നിശ്ചയം ദൈവസുതൻ ഞാൻ. യേശുവേ ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നാദി പാറമേ, ഞാൻ നിൽക്കുന്നാദി പാറമേ, യേശുവൻ ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നാദി പാറമേ, ഞാൻ നിൽക്കുന്ന ദീപാറമേ. വൻമഴ പെയ്യും നേരത്തും ഞാൻ നിർഭയമായി വസിക്കും, കാറ്റടിച്ചാലും ഉച്ചത്തിൽ പാടിടും ഞാൻ എൻ കോട്ടയിൽ. യേശുവേ ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നാദി പാറമേ, ഞാൻ നിൽക്കുന്നാദി പാറമേ. ഓ യേശുവേ ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നാദി പാറമേ, ഞാൻ നിൽക്കുന്ന ദീപാറമേ. വൻമഴ പെയ്യും നേരത്തും
Even when there is heavy rain ഞാൻ outside, നിർഭയമായി വസിക്കും. I will peacefully dwell inside. കാറ്റ് എത്ര ഉഗ്രമായി എന്റെ വീട്ടിന് അടിച്ചു വന്നാലും Even though big storms and wind come by, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കോട്ടയിൽ ഞാൻ ഇരുന്ന് പാടും. and I will continue to sing under the protection of the blood of Christ, he wrote. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിടുന്നു എന്ന് പറയുന്നത്. That is why when we pray, we pray that we cover everyone with the blood of Christ. പ്രൊട്ടക്ഷൻ തരും മക്കളെ. So the blood of Jesus Christ gives യേശു രക്തം protection to നിങ്ങളെ his പ്രൊട്ടക്ട് ചെയ്യും. children. The blood of Christ will protect യേശു his രക്തം children. എന്ന കോട്ടയ്ക്കകത്ത് കയറി പിടിച്ചോണ്ട് പോകാൻ ഒരു ശക്തി കഴിയത്തില്ല. Hallelujah. No power can take you out from the protection ഇന്ന് of the blood of Christ. പകൽ ആ പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന ദൈവമക്കൾ അകത്തുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞാട്ട്, ഞാൻ ആ കോട്ടയ്ക്കകത്തിരുന്നു കൊണ്ട് ആത്മാവിൽ പാടും. Hallelujah. Hallelujah. Protection through the blood of Jesus Christ. So the number 4 benefit was that it gives you protection. അടുത്ത അഞ്ചാമത്തെ റെവലേഷൻ 12:10-11 വാക്യങ്ങൾ. The fifth point is Revelation chapter 12 അധ്യായം 12 verses 10 and 11. വാക്യങ്ങൾ നോക്കൂ, വായിക്കൂ. Revelation chapter 12 verses 10 and 11. സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളി ഇട്ട് കളഞ്ഞുവല്ലോ. അടുത്ത വാക്യം 13 വാക്യം, verse 11. അവർ അവനെ കുഞ്ഞാട് രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. എന്താണ് എന്റെ അർത്ഥം എന്നറിയാമോ? പിശാചിന്റെ സകല എല്ലാ ആധിപത്യങ്ങളെയും ഓവർകം ഈവിൾ പ്ലാൻസുകളെ ഓവർകം ചെയ്യാൻ So like യേശു രക്തത്തിന് ശക്തിയുണ്ട്. the powers and plans and claims of the devil will be overcome with the authority of the blood of Christ. Accusers എഴുന്നേറ്റു, അപവാദം പറയുന്നവർ എഴുന്നേറ്റു. So what we read there was the accusers stood up. തളർത്തിക്കളയാൻ, ഭക്തന്മാരെ തളർത്തിക്കളയാൻ അപവാദികൾ എഴുന്നേറ്റു. In order to put down the children of God, the accusers ശത്രു stood അവന്റെ up. പ്ലാനുകളും പദ്ധതികളും കൊണ്ടുവന്നു. And the enemy brought their plans in order to നമ്മുടെ ക്രിസ്തീയത്തെ തളർത്തിക്കളയുന്ന പ്ലാനുകൾ അവൻ ഉണ്ടാക്കി വെക്കും. So like the accusers may bring plans to put ഇവിടെ you down. ഭക്തന്മാർ പറഞ്ഞ എന്താണെന്നറിയാമോ? 15 വാക്യം എന്താ വായിച്ചെന്നറിയാമോ? But you know what the saints did in verse അവർ 11? അവനെ അവൻ രക്തം ഹേതു യേശു ക്രിസ്തു രക്തത്താലും വചനത്താലും ജയിച്ചു. ജയിച്ചു. Hallelujah. Here we read that they overcame the accusers by the blood of the Lamb and by the word of their യേശു testimony. രക്തത്താൽ ശത്രുവിന്റെ പ്ലാനുകൾ തകരട്ടെ. Hallelujah. Let the accusers plan. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ ശത്രുവിന്റെ പ്ലാനുകളും പദ്ധതികളും ഒരുക്കി കൊണ്ടുവരുമ്പോ ഇന്ന് പകൽ ആത്മാവിൽ ജൈവജനം പറയണം. എന്താ പറഞ്ഞറിയാമോ? ഞാൻ യേശുവിന്റെ വചനത്താലും അവൻ രക്തത്താലും അതിനെ ജയിക്കുന്നു എന്ന് When the പറയണം. accusers come with the plans, you have to overcome with the blood of Christ and the word of your testimony. അടുത്ത നോക്കി, ആറാമത്തത് വേഗത്തിൽ. The sixth benefit. ആറാമത്തത് റോമാലേഖനം 5:9 ഇങ്ങനെ പറയുന്നു. Romans chapter 5 verse 9 we read. യേശു ക്രിസ്തു രക്തത്താൽ നമുക്ക് നീതീകരണമുണ്ട്. No, being now justified by his blood, that tells us that we are saved by his blood from the wrath through Jesus Christ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ 1 യോഹന്നാൻ 1:7 എഴുതിയിട്ടുണ്ട്. 1 John chapter 1 verse 7. യേശു ക്രിസ്തു രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. In John chapter 1 verse 7, the blood of Christ cleanses us from all sin. പ്രിയമുള്ളവരെ, പാപമോചനം, നീതീകരണം ലഭിക്കുന്നത് യേശു രക്തത്താൽ മാത്രമാണ്. So it is through the blood of Christ, that we are redeemed. എത്ര കടും ചുവപ്പ് പോലെ പാപമാണ് നീ ചെയ്യുന്നതെങ്കിൽ നിന്നെ ക്ലീൻ ചെയ്യാൻ യേശു രക്തത്തിന് ഇന്നു പകലും കഴിയും. So it doesn't matter, if your sins are, like very dark, the blood of Christ can still cleanse you. നീ ഇരിക്കുന്ന ഇരിപ്പിരുന്നു കൊണ്ട് യേശുവേ ഞാൻ പാപിയോടത് മാത്രം പറഞ്ഞാൽ മതി. നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് ഈ രക്തം ഒഴുകി ഇന്ന് പകൽ വരും. You only have to, submit that wherever you are sitting, Lord, I am a sinner, this blood will run to you. നിന്നെ നീതീകരിച്ച് നീതിമാനെന്ന് അവൻ പ്രഖ്യാപിക്കും. And the blood will come to you, cleanse you and justify you, and you will be Hallelujah. proclaimed as a saint and യേശുവിന്റെ righteous. രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. No, the blood of Christ cleanses you from all sin. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. It washes all the sins away from you. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. The blood of Christ washes away all the sins. ഏഴാമത്തെ ചിന്ത, The seventh point. കൊലോസ്യർ ലേഖനം 1:20-22 വാക്യങ്ങൾ. Colossians chapter
1 verses അത് 20 through ശാന്തമായി ഒന്ന് 22. വായിച്ച് സഹായിപ്പാൻ ഓർപ്പിക്കുക. കൊലോസ്യ ലേഖനം 1, 20, 21, 22 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിച്ച രക്തം കൊണ്ട് യേശു മുഖാന്തരം ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാക്കി. കേൾക്കുക, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് ദൈവത്തോട് നിരപ്പി. ഭൂമിയിലുള്ളത് നിരന്നു, ഭൂമിയിലുള്ളത് നിരന്നു. റീകൺസിലേഷൻ. So there was reconciliation through the blood of Christ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ക്രൂശിച്ച രക്തം കൊണ്ട് എന്താ സംഭവിച്ചത്? So what happened with the blood of Christ? നമ്മൾ പറയും ദൈവത്തോട് നിരന്നു. So we reconciled with God, we say. പൗലോസ് ഒന്നും കൂടെ ആഴമായി പറയുന്നു. But Paul, like goes even deeper than that. ഭൂമിയിലും നിരപ്പ്, സ്വർഗത്തിലും നിരപ്പ്. So not just in the heaven, but even in the world we get reconciled. 21-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. Verse 21. എന്താ 21-ാമത്തെ വാക്യം പറയുന്നത്? മുമ്പേ, നിരക്കുന്നതിന് മുമ്പ്, So before reconciliation, ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അകന്നു. നമ്മൾ ആരായിരുന്നു? we were അകന്നവർ alienated ശത്രുക്കളായിരുന്നു. and we were enemies in our mind because of our wicked work. നിങ്ങളെ എന്നുള്ള പദം നമുക്ക് മാറ്റി നമ്മളെ എന്ന് പറയാം. So instead of them, let us say us. നമ്മളെ. നാം മുമ്പേ എങ്ങനെയായിരുന്നു? റീകൺസിലേഷൻ നടക്കുന്നതിന് മുമ്പ് So what was our situation before reconciliation? ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തോട് അകന്ന് We were enemies in our mind by wicked works. ദൈവത്തോട് ശത്രു. 22-ാമത്തെ വാക്യം, We ശത്രുക്കളായിരുന്നു. were alienated and we were enemies. നമ്മളെ യേശുവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ But now, പറഞ്ഞേ, വിശുദ്ധർ, വിശുദ്ധർ, നിഷ്കളങ്കർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ, കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന്. Amen. ഇറ്റ് ഫ്യൂച്ചർ ടെൻഷൻ അല്ലേ? നമ്മൾ നിർത്തേണ്ടതിന് Amen, amen. അവനിപ്പോൾ തന്റെ ജഡശരീരത്തിന്റെ തന്റെ രക്തത്താൽ ക്രൂശിലെ മരണത്താൽ നമ്മെ നിരപ്പിച്ചു. So Amen. Jesus What is died. ഈ ലോകത്തോട് യേശുവിന്റെ രക്തത്തിന് ഓഫർ ചെയ്യാനുള്ള ബെറ്റർ തിങ്സ്. So better things that the blood of Christ എനിക്ക് offers the world is. എനിക്ക് റോമാലേഖനം 14 ലേഖനങ്ങളിൽ നിന്ന് മാത്രം ഒരു 100,000 കാര്യം നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഒറ്റ വാക്ക് ഞാൻ പറയുക, നിനക്ക് നിന്റെ ദൈവത്തോട് നിരക്കാം, ഭൂമിയിലുള്ളവരോട് നിരക്കാം. Amen. You get reconciliation through the blood of Christ, not just with God, but your fellow brethren here. ഇനി എൻ്റെ വാക്കിൽ ഞാൻ വരിക, ശ്രദ്ധിക്കണം. എന്താണ് യേശുവിന്റെ രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? And what is it that the blood of Christ speaks? Forgiveness. It speaks forgiveness. എന്താണ് ഹാബേൽ രക്തം പറയുന്നത്? And what is Abel's blood speaking? പ്രതികാരം ചെയ്യാൻ. Abel's blood is speaking vengeance. നമ്മൾ forgive ചെയ്യുന്നവരാണ്, എനിക്കറിയാം. We are people who forgive, I know. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഒരാൾ 2 വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ 2 പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പെട്ടെന്ന് നമ്മൾ സാരമില്ല, എൻ്റെ അങ്കിളല്ലേ, എൻ്റെ പപ്പായല്ലേ, എൻ്റെ മമ്മിയല്ലേ, നമ്മൾ പെട്ടെന്ന് forgive ചെയ്യും. So we fight with our own people, but in a day we forgive, thinking it's my own brother, my own father. റീകൺസിലേഷനിലേക്ക് വരത്തില്ല. But many a times we fail to come to reconciliation. അപ്പം forgiveness ദൈവം നമ്മോട് പറയുന്നു. Now God asks us to forgive. Forgiveness നമ്മൾ മറക്കും. ഞാൻ മറന്നു പാസ്റ്റേ, പക്ഷേ ഞാൻ മറന്നത്, പക്ഷേ ക്ഷമിച്ചു പക്ഷേ മറന്നില്ല. So many times we say, oh, we forgive, but we cannot forget. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. But today God's Spirit tells us. ഭൂമിയിലുള്ളതും സ്വർഗ്ഗത്തിലുള്ള ഒരുപോലെ റീകൺസിലേഷനിലേക്ക് വരിക. No, let us come to reconciliation with the things in heaven and in the earth. ഞാൻ വാക്കുകൾ നിർപ്പിക്കുന്നില്ല. 11:30 വരെ എൻ്റെ സമയം ഞാൻ നിർക്കിപ്പിക്കുന്നില്ല. I'm not going to prolong my words. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. But let me tell you one thing. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപമ പഠിപ്പിക്കുകയാണ്. Jesus was telling a parable. മോനെ, ഡാനി മോനിങ് വന്നേ, ഡാനി മോന്, നിങ്ങൾ മൂന്നിങ് വന്നേ. So you all three, come to me. മത്തായി 18-ാമത്തെയും 18-മുള്ള Come വാക്യങ്ങൾ. fast, guys. പത്രോസിനോട് യേശു പറയുകയാണ്, ശിഷ്യന്മാരോട് യേശു Jesus പറയുകയാണ്. was telling a story and telling this to ഡാനി മോൻ അവിടെ പോയി നിൽക്ക്. disciples. ഡാനി മോൻ ഇവിടെ നിൽക്ക്, മോൻ അവിടെ പോയി നിൽക്ക്. യേശു പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു. This is what Jesus told Peter. നീ ഭൂമി കെട്ടുന്നതല്ല, Whatever you bind in this world, കെട്ടും. whatever you bind in this earth will be bound. നീ ഭൂമിയിൽ അടിക്കുന്നതല്ല,
Whatever you untie, it will be untied. ഈ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്യമാണ്. And I like it in a very ഞാൻ much. പ്രാർത്ഥിച്ച് സ്വത്രം യേശുവിന്റെ നാമത്തെ അഴിയട്ടെ. അഴിഞ്ഞു, സ്വർഗത്തിൽ അഴിഞ്ഞു. So like, whatever, I untie, like it is untied, I'm so happy. ഉടനെ ഈശോയോട് പത്രോസ് ചോദിച്ച ചോദ്യമുണ്ട്. But there's a question that Peter asked to കർത്താവേ, ഞാൻ Jesus. എത്ര വട്ടം ക്ഷമിക്കണം? So Lord, how many times do I forgive? അവനെ ഞാൻ പറയുന്നത് മത്തായി 18:18-19 വാക്യങ്ങൾ. This is Matthew chapter 18 verses 18 and 19. ഉടനെ ഈശോ ഒരു കഥ പറയും, ഉപമ പറയുകയാണ്. And then to answer that question, Jesus said another story. ഒരു മനുഷ്യൻ, A man, ഒരു മനുഷ്യൻ ഒരു യജമാനിൽ നിന്ന് കാശ് എന്നെ ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ മോനെ, ശ്രദ്ധിച്ചേ. ഒരു കടം, നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുള്ളൂ, ഇവിടെ വന്നിരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കാൻ നോക്ക്. അപ്പോൾ ഒരു മനുഷ്യൻ കടം വാങ്ങിച്ചു. So a man borrowed some money. അവന് കൊടുക്കാൻ പറ്റുന്നില്ല. And he couldn't give back. അവന് കൊടുക്കാൻ പറ്റാത്തപ്പം അവൻ എന്ത് ചെയ്തു? ചെന്ന് യജമാന്റെ മുമ്പിൽ കാല് വീണ് വെച്ചു. ക്ഷമിക്കുവോ, കുറച്ച് തരൂ. So like this man who had no way to കുറച്ച് തരുമോ? Who had no way to give it back, he pleaded, he pleaded, can you please forgive? Can you please, forgive, like the money that I borrowed? Finally, the boss said, okay, I forgive you. ക്ഷമിച്ച ഉടനെ ഞാൻ കെട്ടിപ്പിടിച്ചോണ്ട് ഉമ്മയെ കൊടുത്തിട്ടാ പോയെ യജമാനനെ കേട്ടോ. So I was so happy and I hugged the boss and I went back home. പോകുന്ന വഴിക്ക് And I'm on my way. ഞാൻ ഈ പുള്ളിക്ക് $1,00,000 കൊടുക്കാനുള്ളത്. So supposing I owe him 100,000. ക്ഷമിച്ചില്ല, തരത്തില്ല. ഞാൻ ക്ഷമിച്ചു. പോകുന്ന വഴിക്ക് ദാണ്ടി കൊച്ചനെ കണ്ടു. So on my way, I am seeing someone. 50 രൂപ തരാണ്ട്. 50 രൂപ. So I am on my way back and I see Aaron who owes me $50. എൻ്റെ 50 രൂപ എന്തി? So I ask him, where's my $50? തരാനില്ല. And he says, I don't have it now. അവിടുത്തെ കാര്യം ഞാൻ അവനെ കാണിക്കുന്നില്ല, അവിടെ എഴുതിയേക്കുന്ന കാര്യം. കൊങ്ങയ്ക്ക് പിടിച്ചു. So the Bible says, he tried to kill him. ഞെക്കി. 1,00,000 രൂപ ക്ഷമിച്ചു തന്നു. 50 രൂപയ്ക്ക് കൊങ്ങയ്ക്ക് പിടിച്ചു ഞെക്കി. So he forgave me $100,000, but for $50 I was making him suffer. ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത ഈശോയുടെ മുമ്പിലേക്ക് ചെല്ലുക. വാ, come on, മൂന്നുപേരുടെ ഈശോയുടെ മുമ്പിൽ. So now we are all going to a judge. ഈശോ ഞങ്ങളെ മൂന്നുപേരും ശ്രദ്ധിക്കുകയാണ്. So he is looking at all of us. അവസാനം അതിന്റെ കൺക്ലൂഷൻ പറഞ്ഞറിയാമോ? You know what is the conclusion? എന്നോട്, ഞാനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പാവി. So I am the sinner, the worst sinner among us. എനിക്ക് ഇവൻ ക്ഷമിച്ചു തന്നു, ഈ കുഞ്ഞ് ക്ഷമിച്ചു തന്നു. So I was forgiven $100,000. ഞാൻ ഈ കൊച്ചിനെ പിടിച്ച് ഞെക്കി 50 രൂപ. But for $50 I could not forgive my brother. ഈശോ എന്തു ചെയ്യണം? So you judge me, what should be done to me? കഥയൊന്നും വായിക്കണ്ട, യേശു എന്ത് ചെയ്യണം? So what do you think that they should do to me? എന്ത് ചെയ്യണം? നിങ്ങൾ പറ, നീ എന്ത് ചെയ്യും മോനെ? ഈശോയുടെ മുമ്പിൽ നമ്മൾ വീണാ ക്ഷമിക്കും, പക്ഷെ ആ കഥയിൽ അവസാനം എന്താണെന്നറിയാമോ? No, he is so generous that he said he will still forgive, but in the story what happens is സിറ്റായിട്ട് നടത്താൻ പറ്റുന്ന സിറ്റൊക്കെ ഉണ്ടാക്കണം കേട്ടോ. എന്നെ പിടിച്ച് കെട്ടിയിട്ട് എന്നെ എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? ആ കഥയുടെ അവസാനം അറിയാമോ? Now, you know what is in the story? If you read, I was tied and I was taken to the prison. Jeremy, can you show me? ദണ്ഡനത്തിൽ കൊണ്ടിട്ടു എന്നുള്ളതാണ്. അതിനെ നരകം എന്ന പദത്തിന്റെ മറ്റൊരു വേർഡ് അവിടെ കൊടുത്തിരിക്കുന്നു. So this is what it says, but he went and cast him into a prison, but in the root language it is in the hell. സ്വർഗ്ഗത്തിൽ പോകണമോ? യേശുവിന്റെ രക്തം നമ്മോട് സംസാരിക്കുന്നു, forgiveness-ലേക്ക് വരിക. So if we have to enter into the heaven, God's Spirit, Jesus Spirit tells us to forgive. അടുത്ത തല superior ലെവലാണ് reconciliation ലെവലിലേക്ക് പോകും. So reconciliation is a little bit more superior level of forgiveness. We have to go to the next level of forgiveness. ഈ കുഞ്ഞ്, ഈ യജമാനൻ എന്നെ 1,00,000 ക്ഷമിച്ചപ്പോൾ ഈ പാവം കുഞ്ഞിനോട്, അവനെ കണ്ടാൽ തന്നെ അവനെ ഇടിക്കാൻ തോന്നുന്നു. ഈ പാവം കുഞ്ഞിനോട് 50 രൂപ എനിക്ക് ക്ഷമിച്ചൂടെ? So if I am forgiven, the big debt, can I not forget, a small thing from my brethren? നമ്മളോട് കർത്താവ് എന്തൊക്കെ ക്ഷമിച്ചേ? What all things are forgiven? താങ്ക് യു മക്കളെ, പോയിരുന്നു. നമ്മോട് കർത്താവ് എന്തൊക്കെ ക്ഷമിച്ചു? What all things were forgiven by God? കർത്താവിന്റെ ക്ഷമ കാണണോ? കാൽവരി ക്രൂശ് നോക്കിയാ. You just have to look into the cross of Calvary to see his forgiveness. നമ്മുടെ കർത്താവ് എന്തൊക്കെ നമ്മോട് ക്ഷമിച്ചു? No, everything was forgiven. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ നമ്മൾ അകന്നവർ. So we were alienated because of our wicked works,
before reconciliation. നമ്മൾ അകന്നു പോയവർ. No, we were away from Christ. ഒരു തരത്തിലും നമ്മെ അവന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത സ്വഭാവമായിരുന്നു. There was no chance that we will be able to be united with Christ because our character was that bad. സങ്കീർത്തനം 40 1 2 3 വാക്യം ഇങ്ങനെ പറയും. Psalms chapter 40 verses 1, 2 and 3 says, ഞാൻ ചേറ്റിൽ കിടന്നപ്പോൾ എന്നെ ചേറ്റിലേക്ക് ഇറങ്ങി വന്നു. He came to the miry clay and he picked me up. അവൻ ചേറ്റിൽ ഇറങ്ങി വന്ന് എന്നെ കയറ്റി എന്നാ പറയുന്നത്. He came to the horrible pit. He came down in order to lift me out. അവന്റെ ദേഹത്ത് കുറെ ചേറ് പറ്റി കേട്ടോ. Yes, he was dirtied. His body was dirty. എന്നെ അവൻ സുന്ദരനാക്കാൻ വേണ്ടി. And in order to make me look pretty, അവൻ വിരൂപനായി തീർന്നു എന്നാ പറയുന്നത്. He became disfigured so that I will have എന്നെ റിച്ച് ആക്കാൻ വേണ്ടിട്ട്. To make me rich. അവൻ ദരിദ്രനായി തീർന്നു എന്നാ He പറയുന്നത്. became poor. മക്കളെ, യേശു നിന്നെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണെന്നറിയാം. Children, think how great that love was to us on the cross of Calvary. ക്ഷമിച്ചെന്നറിയാം. Do you know what is the depth of that love of Christ? കർത്താവിനോട് ഇന്നും ഓരോന്ന് ചെയ്ത് കാണിക്കുന്ന കണ്ട കർത്താവ് നമ്മെ അടിച്ചു പുറത്തിറക്കണ്ടേ. Even now, what we do, like God has to still cast us out. കർത്താവ് ഇന്നും നമ്മോട് ക്ഷമിക്കുന്നില്ലേ? But he still speaks forgiveness. ഞാൻ ഇന്ന് രാവിലെ യേശുവിന്റെ രക്തം നമ്മോട് സംസാരിക്കുന്ന കാര്യം പറയുകയാണ്. What I wanted to share with you today was what the blood of Christ speaks. ഇന്ന് പരിശുദ്ധാത്മ നിയോഗത്തിൽ ഒരു ദൈവദാസൻ നിങ്ങളുടെ മുമ്പിൽ ബെഗ് ചെയ്ത് പറയുന്നു. As a man of God, let me ask you. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളോട് സംസാരിക്കുന്നു, ക്ഷമിക്കുവാൻ. God's blood is asking us to forgive again. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും യേശുവിന്റെ രക്തത്താൽ നിരപ്പിക്കുന്നുവെങ്കിൽ, if everything in the heaven and the earth being reconciled by the blood of Christ, ആദ്യം ദൈവത്തോട് ഞാൻ നിരപ്പ് പ്രാപിക്കുന്നു. Number one, let us be reconciled with God. പിന്നെ ഭൂമിയിലുള്ളതിലോട് നിരപ്പ് പ്രാപിക്കുന്നു. Then everything in this earth, that we have to be reconciled. എന്നെ ഒന്ന് യേശുവുമായി നിരപ്പിക്കാനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. Lord, I resubmit my life so that I can be reconciled. എല്ലാ കണ്ണുകളും വിഷമടയട്ടെ. എല്ലാ കണ്ണൂരും വിഷമടയട്ടെ. Amen, amen, amen. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ വീണ്ടെടുക്കുന്ന രക്തമാണ്. It is a blood that redeem you. യേശുക്രിസ്തുവിന്റെ രക്തം യേശു ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഫെലോഷിപ്പ് നൽകുന്നതാണ്. This blood gives you boldness to have the fellowship with Christ. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യം നൽകുന്നതാണ്. It gives you inner and outer healing. യേശുവിന്റെ രക്തം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. The blood of Christ protects you. യേശുവിന്റെ രക്തം സകല പൈശാചിക പ്ലാനുകൾക്ക് മേളിൽ ഓവർകം ചെയ്യാൻ ശക്തിയുള്ളതാണ്. It gives you authority over the accuser's plans. യേശുക്രിസ്തുവിന്റെ രക്തം, ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മെ അവനോട് നിരപ്പിക്കുന്നതാണ്. And it reconciles you with the blood of Christ reconciles you with God. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ജസ്റ്റിഫിക്കേഷനിലേക്ക് നടത്തുന്നത്. And it justifies you and sanctifies you. എന്ന പകൽ ഞാൻ ചോദിക്കുന്നു, ആർ യു വാഷ് in the blood of Jesus? Now let me ask you this question, are you washed in the blood of Christ? കുഞ്ഞാ, നീ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ തയ്യാറായാൽ, Now if you receive Christ in your heart, യേശുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം നീ എടുക്കാൻ തയ്യാറായാൽ, if you are ready to accept the commandment of baptism, നിന്റെ തീരുമാനത്തിന് മുമ്പിൽ യേശു രക്തം നിന്നെ വന്ന് കഴുകി ശുദ്ധീകരിക്കും. and in your decision that this blood will come to wash you, ഈ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിച്ച് അവനോടൊപ്പം തേജസ്സിലേക്ക് നയിക്കും. and you will be washed by this blood and you will be led to glory. Jesus. യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തെ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധിയായോ നീ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ